അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളെ മുന്നിൽ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് അത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അത് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അഥവാ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ സബ്ജക്റ്റിലേക്ക് പോവാണ്. അധ്യായം 7, ജ്ഞാന വിജ്ഞാന യോഗ, വാക്യം 3. അനേകായിരം മനുഷ്യരിൽ ഒരാൾ മാത്രമേ ജ്ഞാനസിദ്ധിക്കായി യത്നിക്കുന്നവരിൽ തന്നെ ആരെങ്കിലും ഒരാൾ മാത്രമേ എന്നെ ഉള്ളവണ്ണം അറിയുന്നുള്ളൂ. ഇത് നാം ഭഗവത്ഗീതയിൽ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതിനർത്ഥം അള്ളാഹുവിനെ അറിയണം എന്നുണ്ടെങ്കിൽ അത് ഭാഗ്യം ചെയ്തവർക്ക് നടക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് അവർക്ക് നടക്കൂല. ഒരുപാട് പേര് അതിന് ശ്രമിക്കുന്നവരുണ്ട് അത് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ഒന്നും അള്ളാഹു അത് വെളിപ്പെടുത്തി കൊടുക്കൂല. കാരണം എന്താ? നമ്മൾ ഇനി വിശുദ്ധ ഖുറാനിലേക്ക് പോയി കഴിഞ്ഞാൽ അധ്യായം 54 സൂറ അൽ ഖമറിൽ 17 പറയുന്നുണ്ട്, ആലോചിച്ച് മനസ്സിലാക്കാൻ ഖുറാൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു, എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ ഏറ്റവും സിമ്പിളായിട്ടാണ് ഖുറാന് ഉള്ളത്. എന്നാൽ അത് മനസ്സിലാക്കാനോ ആർക്കും കഴിയൂലെന്ന്, അഥവാ ബുദ്ധിമാന്മാർക്ക് മാത്രമേ ഇതില് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് സൃഷ്ടാവ് എന്താണ് എന്നുള്ള കാര്യം. എന്നാലോ വിശുദ്ധ ഖുറാൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും അവിടെ ഒരു മറയില്ല. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്ത എന്താണ്? മറ്റൊരു കാര്യം നമ്മോട് പറയുന്നുണ്ട്, നമ്മളെ ഹൃദയം ശുദ്ധി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൃദയത്തിൽ നമുക്ക് കളങ്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, യഥാർത്ഥ സത്യത്തിന്റെ മാർഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധ ഖുറാനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മനസ്സിൽ കളങ്കമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അവർ വിശുദ്ധ ഖുറാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലത് അവർക്ക് മനസ്സിലാവില്ല. കാരണം അവരുടെ ഹൃദയത്തിനും കണ്ണിനും കാതുകൾക്ക് അള്ളാഹു ഒരു മറ വെച്ച് കാണും, അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ്? അവരുടെ പാപക്കറകൾ കൊണ്ട് അത് അവർക്ക് യഥാർത്ഥ സത്യത്തിലേക്ക് വരണ്ടെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ എല്ലാവർക്കും അത് അങ്ങനെ അള്ളാഹു ചെയ്യുന്നില്ല. ഹൃദയശുദ്ധി ഉള്ളവർക്ക്, സന്മനസ്സുള്ളവർക്ക്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു യഥാർത്ഥ സത്യത്തിലേക്ക് കൊണ്ടുവരുന്നത് ചെയ്യും. അപ്പൊ അവര് പാപങ്ങൾ ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ടാണ് അവർ അത്രയും കഠിനമായ പാപങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് യഥാർത്ഥ സത്യങ്ങളിലേക്ക് വരാൻ കഴിയാത്തത്. ആ ഒരു രീതിയിലും വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, യഥാർത്ഥ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായ അറിവ് നിങ്ങളിലേക്ക് എത്തി വരുന്നുണ്ടെങ്കിൽ, അത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു ഓഫറാണ്. നമ്മൾ അവസാന കാലഘട്ടത്തിൽ നമ്മൾ നന്മയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് അള്ളാഹു ആ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കാരണം അള്ളാഹു അത് പ്രത്യേകം മറച്ചു വെച്ചൊരു ഭാഗമാണ് വിശുദ്ധ ഖുറാനില്. പലർക്കും അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് അറിയാൻ കഴിയൂല എന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ മുന്നിൽ എത്ര ആ ഒരു മറയും കൂടാതെ ഞാൻ നിങ്ങളെ മുന്നിൽ അത് പറഞ്ഞു തരുന്നുണ്ട്, വിശുദ്ധ ഖുറാനിലെ ഓരോ സീക്രട്ടുകളും. അപ്പൊ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരായിട്ടായിരിക്കണം. അല്ല നിങ്ങൾക്കത് കേൾക്കാനോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോനെ മുഴുവൻ കാണാത്തവരുണ്ടാവും, അത് മൈൻഡ് ചെയ്യാതെ നിരസിക്കുന്നവരുണ്ടാവും, എത്രയോ പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ അതെന്താണ് അംഗീകരിക്കാൻ കഴിയാത്തതും കാണാൻ കഴിയാത്തതും അവരുടെ ഹൃദയം ഇങ്ങനെ ആയിരിക്കോ അതുപോലെ ഇരിക്കും. അതേ സ്ഥാനത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മുഴുവന് കേൾക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കാം, അഥവാ നിങ്ങൾക്ക് സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ, ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹവും മാത്രമാണ്. തീർച്ചയായിട്ടും അള്ളാഹുവിനെ സ്തുതിക്കാൻ നിങ്ങൾ മറന്നു പോവുകയും ചെയ്യരുത്.